കൊച്ചി നെട്ടൂരിലെ ഭക്ഷണശാലയിൽ നിന്ന് ഓർഡർ ചെയ്ത ബർഗറിനുള്ളിൽ ജീവനുള്ള പുഴു. നെട്ടൂർ സ്വദേശി നീതു പരാതി നൽകി. സംസം ജ്യൂസി എന്ന ലഘു ഭക്ഷണശാലയ്ക്കെതിരെയാണ് പരാതി. സ്ഥാപനത്തിലെ ജീവനക്കാരെ അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല എന്ന് കൂടിയാണ് പരാതി പറയുന്നത്. സജോ ദേവസിയുണ്ട്. സജോ, പുഴുവിന്റെ അവശിഷ്ടമല്ല, ജീവനുള്ള പുഴുവിനെ തന്നെയാണ് ബർഗറിൽ നിന്ന് കണ്ടെത്തിയത്. എന്താണ് വിശദാംശം? വിനീത, കൊച്ചി നെട്ടൂരിലുള്ള ലഘുഭക്ഷണശാലയാണ് സംസം ജ്യൂസിയാം എന്ന സ്ഥാപനം. അവിടെ എത്തി ബർഗർ ഓർഡർ ചെയ്തു എന്നാണ് നെട്ടൂർ സ്വദേശിനിയായ നീതു പറയുന്നത്. ഭക്ഷണത്തിനായി അത് കഴിക്കുന്നതിന് വേണ്ടി ടേബിളിൽ എത്തിച്ചപ്പോൾ അതിൽ ജീവനുള്ള പുഴുവിനെ കണ്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി പിന്നാലെ ആ സ്ഥാപനത്തിലുള്ളവരോട് പരാതി പറഞ്ഞു. പക്ഷെ അവർ ആ പരാതി കാര്യമായി പരിഗണിച്ചില്ല എന്നതാണ് നീതു പറയുന്നത്. മറ്റ് കാര്യമായ തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ അത്തരം നടപടികളുമായി പോകുമോ എന്നറിയില്ല. സ്ഥാപനാധികൃതർ കാര്യമായി, അതായത് ഈ പരാതി ഉന്നയിച്ച വേളയിൽ എന്തെങ്കിലും ഒരു വിശദീകരണം അല്ലെങ്കിൽ അത് പരിഗണിക്കും വിധമുള്ള പ്രതികരണം നടത്തിയില്ല എന്നാണ് നീതുവിൻ്റെ പരാതിയിലുള്ളത്. നീതു അങ്ങനെയാണ് ആരോപിക്കുന്നത്. അതേസമയം ഈ സ്ഥാപനത്തിന്റെ പ്രതികരണം നമുക്ക് യഥാർത്ഥത്തിൽ ലഭ്യമായിട്ടില്ല. അവിടെ സജോ, ഇത് വാർത്തയാവുകയും അല്ലെങ്കിൽ പരാതി വരികയും ഒക്കെ ചെയ്ത് പിന്നെ ഏതെങ്കിലും പരിശോധനകളോ മറ്റോ ഉണ്ടോ? ആരോഗ്യവകുപ്പോ മറ്റോ ഇടപെടുന്നുണ്ടോ? നിലവിൽ ഇന്ന് അവധി ദിനം കൂടിയാണ്. പക്ഷേ വേഗത്തിലുള്ള പരിശോധനകളിലേക്ക് കടന്നിട്ടില്ല. മറ്റ് പരിശോധന നമ്മൾ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് എത്രത്തോളമായി എന്ന കാര്യത്തിൽ വ്യക്തത യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. അതേസമയം ഈ യുവതി ആരോപിക്കും പ്രകാരം അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുന്നു. ആ ഘട്ടത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടു. അത് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പുറത്തേക്ക് അറിയിക്കാൻ തീരുമാനിച്ചത്. ആ സ്ഥാപനത്തിൽ തന്നെ അറിയിച്ചപ്പോൾ അവരെന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയില്ല. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് അറിയിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഈ പരാതിക്കാരിയായ യുവതി പറയുന്നൊരു കാര്യം. അത് അങ്ങേയറ്റം സാധാരണഗതിയിൽ അങ്ങനെ മോശം ഭക്ഷണം വിതരണം ചെയ്യുക എന്നത് വലിയ കുറ്റകൃത്യമാണല്ലോ. വ്യാപക പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധങ്ങളായ ഇടങ്ങളിൽ കോർപ്പറേഷൻ്റെയും മറ്റും ഭാഗത്തു നിന്നും മറ്റ് നഗരസഭയുടെ ഭാഗത്തു നിന്നൊക്കെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു പരാതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നഗരസഭയുമായിട്ട് ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരം പരിശോധന നടത്തും. അതിനുശേഷം എന്താണ് എന്ന് പരിശോധനത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായത്. ശരി, സജോയാണ് വിവരങ്ങൾ.